നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് റിയൽ ആയിട്ടുള്ള കുറച്ച് ഹൈ ക്വാളിറ്റി മലയാളി ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല ഇങ്ങനെ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ്, അതേപോലെ ലൈക്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ മാനേജ്മെൻറ്റ്, അതേപോലെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പാക്കേജുകൾ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീച്ച് പ്രോഗ്രാം, അങ്ങനെയുള്ള പല പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡിജിറ്റോപീഡിയ എന്ന് പറയുന്നത്. ഈ ഡിജിറ്റോപീഡിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ നമുക്ക് 15% ഇപ്പോൾ ഓഫ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പാക്കേജുകൾ വേണമെങ്കിൽ ഞാൻ അടിയിൽ നമ്പർ കൊടുക്കുക, അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്കും കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് അവിടെ പോയി മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൾ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി മലയാളി ഫോളോവേഴ്സിനെ കയറ്റി തരുന്ന ഒരു കമ്പനിയാണ്. അതെന്ന് പറഞ്ഞാൽ സ്പാം അക്കൗണ്ടുകളോ അല്ലെങ്കിൽ ബോട്ട് അക്കൗണ്ടുകളല്ല, നല്ല ഹൈ ക്വാളിറ്റി മലയാളി ഫോളോവേഴ്സിൻ്റെ ഇഷ്ടം പോലത്തെ പാക്കേജുകളുണ്ട്. ഈ പാക്കേജുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നല്ല ഫോളോവേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലത്തെ പാക്കേജുകളുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എങ്ങനെ നമുക്ക് റിയൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി മലയാളീസിനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റുകളാണ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു ചാനലായിരിക്കും. നമ്മുടെ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആശിഷ് ജോൺ എന്ന് പറഞ്ഞ ഈ അക്കൗണ്ടിലേക്ക് വരിക. ഈ അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റീൽ കിടപ്പുണ്ട്. ഈ റീൽ വീഡിയോൻ്റെ അടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഡിജിറ്റോപീഡിയ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കാണാൻ പറ്റും. ഈ അക്കൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. ഇതിൻ്റെ ഫോളോയിങ് ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മളൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഫോളോ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുക. ഈ സ്റ്റെപ്പ് നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് മാത്രമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. ഇത് ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ഈ ഫോളോയിങ് ലിസ്റ്റിലേക്ക് വരിക. ജസ്റ്റ് ഒന്ന് ഈ പേജിനെ അൺഫോളോ ചെയ്ത് വീണ്ടും ഫോളോ ചെയ്യുക. അതിനുശേഷം ഈ ഫോളോയിങ് ലിസ്റ്റിലുള്ള എല്ലാവരും ഒന്ന് അൺഫോളോ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഫോളോയിങ് ലിസ്റ്റിൽ നമുക്ക് ടീം ഹാഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാവും. ഈ ടീം ഹാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഫോളോ ചെയ്തായിരിക്കും. അതിന് എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് അൺഫോളോ ചെയ്യുക, വീണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഇങ്ങനെ നമ്മൾ അൺഫോളോ ചെയ്തു ഫോളോ ചെയ്തതിന് ശേഷം ഈ ടീം ഹാഷിന്റെ ഈ ഫോളോവേഴ്സ് ലിസ്റ്റിലേക്ക് വരിക. ഈ ഫോളോവേഴ്സ് ലിസ്റ്റിലേക്ക് വന്നിട്ട് നമ്മളെ പോലെ തന്നെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഓരോ വീഡിയോയിലും നമ്മൾ പല പല കാര്യങ്ങൾ, ട്രിക്കുകളും ഗെയിമുകളും മാറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടീം ഹാഷ് എന്ന് പറഞ്ഞ ഈ അക്കൗണ്ടിലുള്ള പബ്ലിക് അക്കൗണ്ടുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാക്സിമം നമ്മൾ ഫോളോ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 അക്കൗണ്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുക. 15 അക്കൗണ്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫോളോ ചെയ്തേക്കുന്ന ഒരു 7 പേരുടെ അക്കൗണ്ടിലേക്ക് നമ്മളിങ്ങനെ കയറുക. അപ്പോൾ നമ്മൾ അവർ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടാവും. അവർ ഏതെങ്കിലും ഒറ്റ പോസ്റ്റിന് മാത്രം ലൈക്ക് അടിക്കുക. ഏത് ടീമിൽ നിന്നാണ് വന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, നമുക്കും തിരിച്ചും ഇങ്ങോട്ട് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടീം ഹാഷിനെ ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് വിടുക. എന്നിട്ട് മെൻഷൻ ചെയ്ത് വിട്ടിട്ട് #FBK എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കമന്റ് ഇടുക. #FBK എന്ന് ജസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് കമന്റ് ഇടുക. അതായത് ടീം ഹാഷിനെ ഒന്ന് മെൻഷൻ ചെയ്യുക, #FBK നമ്മൾ ജസ്റ്റ് കമന്റ് ഇടുക. അതായത് നമ്മൾ നേരത്തെ 15 പേരെ ഫോളോ ചെയ്തു. അതിനുശേഷം ആ 15 പേരിൽ 7 പേർക്ക് നമ്മൾ ഇങ്ങനെ ലൈക്ക് കൊടുക്കുക ഏതെങ്കിലും ഒരു പോസ്റ്റിന്. അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ടീം #FBK ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. അപ്പം നമുക്കും ഇതേപോലെ തന്നെ ടീം #FBK നമ്മൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമന്റ് ഇട്ട ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് കയറുക. നമുക്ക് അങ്ങനെ കമന്റ് വരുന്ന സമയത്ത് അവരെ തിരിച്ച് ബാക്ക് ഫോളോ കൊടുക്കുക. അതേപോലെ തന്നെ തിരിച്ച് ലൈക്ക് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, നല്ല കമന്റുകൾ കൊടുക്കുക. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടേഴ്സിനെ നമുക്ക് ഈ പേജിൽ കൂടെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യം വെച്ച് ചെയ്യുക. ആദ്യം നമ്മൾ ഡിജിറ്റോപീഡിയന്റെ ഫോളോയിങ് ലിസ്റ്റിലുള്ള കാര്യം പറഞ്ഞായിരുന്നു. ഇതിനകത്തുള്ള അക്കൗണ്ടുകളെ നമ്മൾ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും അൺഫോളോ ചെയ്യുക, ഫോളോ ചെയ്യുക, അങ്ങനത്തെ രീതി ചെയ്യുക. നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ കറക്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും.